എന്നാ കൊച്ചു പ്രശ്നം? വീട്ടിൽ വല്ല വഴക്കുവാന്നോ? എന്റെ പ്രശ്നമല്ല, ഇവിടുത്തെ ഇളയ മോനെ എന്റെ മോലാളിയുടെ മോളുമായിട്ടേ ലവ്വാ. നേരോ? എന്റെ കർത്താവേ, ഒരു കുരിശ് മാറുമ്പോ അടുത്ത കുരിശാണേ. ഇവനെ കൊണ്ട് തോറ്റല്ലോ, കൊല്ലും ഞാൻ അവനെ. വല്യപ്പച്ചനാവാൻ പ്രായമായി, ഇപ്പോഴും കറുപ്പിച്ചോണ്ടിരിക്കുക. കൊച്ചിറക്കണമെന്നല്ലയോ വിചാരം? നീ ഒന്ന് പോടി വെങ്കൊച്ചേ. ഞാൻ ഒരുക്കിറങ്ങിയാലേ നിത്യസുന്ദര നായകൻ KP ഉമ്മറും തോറ്റുപോകും. അറിയാൻ മതി നിനക്ക്. എന്തിനാ പപ്പ വല്ലവരുടെ മുഖവും വേഷം കൂട്ടി ഇങ്ങനെ നടക്കുന്നേ? നമുക്ക് നമ്മുടേതായിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ടല്ലോ. അങ്ങനെ നീ എന്നെ കളിയാക്കാതടി. ഞാൻ എന്റേതായി എഴുതി കുട്ടിയ കവിതാ പുസ്തകങ്ങളും CD ആൽബങ്ങളും പല പല ക്ലബ്ബുകാർ തന്ന സമ്മാനങ്ങളും ഷോക്കേസിലിരിക്കുന്നത് നീ കണ്ടിട്ടില്ലടി. കവിതാ പുസ്തകവും പ്രകാശനവും CD ഇതൊക്കെ ഓരോ വട്ടം ഇറങ്ങുമ്പോഴും അപ്പച്ചന്റെ അക്കൗണ്ടിലെ പണം കാലിയാവും, അതുറപ്പാ. കാശ് 10 പോട്ടടി. പ്രശസ്ത കവി വെണ്ണിക്കുളം ജോർജ് കേരളക്കരയാകെ തിളങ്ങി നിക്കല്ലടി. ഈ കണ്ണാടിക്കും പപ്പ ഇടുന്ന ജുബായ്ക്കും മാത്രമേ ഉള്ളൂ തിളക്കം. അതിരിക്കട്ടെ, ഇന്ന് സൺഡേ സ്കൂളില്ലടി? അതോ ഇന്ന് പോകുന്നില്ലേ? പപ്പ ഇന്ന് പള്ളിയിലേക്ക് വരുന്നില്ലേ? ഓ പള്ളി, ഇന്ന് വേറൊരു പരിപാടിയുണ്ട്, അതിന് പോകണം. എന്താ, വല്ല വെള്ളം കുടിയാണോ അതോ കവി സമ്മേളനമോ? വന്ന് വന്ന് പപ്പയുടെ പുസ്തക പ്രകാശനത്തിലെ കവിതകൾ കേൾക്കാൻ ബംഗാളികളെ പോലും കിട്ടാനില്ലെന്നാ സംഘാടകർ പറയുന്നത്. അത് പ്രദൂഷണക്കാരടി, ആ മത്തായി മക്കളും. മത്തായിച്ചിനെയും മക്കളെയും കുറ്റം പറയാതെ പപ്പ നല്ലൊരു പ്രണയ കവിത എഴുത്, ഞാനും പാടാം. വേണ്ടായേ, മക്കളിപ്പോ വേദപഠനത്തിന് പോയാട്ടെ. പപ്പ ഈ പണി എന്ത് ചെയ്തോട്ടെ. ശരി, പിന്നെ കാണാം. ബൈ കവിരാജാവേ, ടാറ്റാ. ആയിക്കോട്ടെ ഗാന കോകിലമേ. പ്രസിഡന്റ്, ഞാൻ എവിടെല്ലാം തിരക്കി, ഇവിടുത്തെ മറ്റേ പരിപാടി എന്റെ അടുത്ത് കാണിക്കല്ലേ കേട്ടോ. നിന്ന് തുള്ളാതെ മെമ്പറേ, മത്തായിയുടെ വീടിന് മുന്നിലെ റോഡ് നന്നാക്കില്ല. പിന്നെ അവന്റെ മോൻ ആ പീറ ചെറുക്കൻ ചണ്ണി അടക്കമുള്ളവർ വിചാരിച്ചാൽ ജോർജ് വേണ്ടേ ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ല. അടുത്ത തവണ അവിടെ വനിതാ ലക്ഷ്യം വന്നാൽ എനിക്ക് മത്സരിക്കാനുള്ളതാ. മത്സരിക്കുമ്പോഴല്ലേ? അപ്പം നോക്കാം. മെമ്പർക്ക് വേറെ വല്ലതും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ പോയാട്ടെ. എന്തിനാടാ ഞാൻ തൊള്ള ഉറക്കുന്നേ? ആരെങ്കിലും തൊലഞ്ഞോ? നീ നിന്റെ മുതലാളിയും ചേർന്ന് എന്തെങ്കിലും ഉടായിപ്പാണോ? ഞാൻ കേക്കരുതാത്ത വല്ലതും ഉണ്ടോ? നീ പറയടാ. 4 ആള് കേട്ടാലേ ഈ ജോർജിനെ പുല്ല. എനിക്ക് ഒളിവും മറവൊന്നുമില്ല. എന്റെ ഈ 2 കൈയും പരിശുദ്ധമാടാ. ആ മത്തായുടെ വീട്ടിൽ അയാളുടെ മകളുടെ മകൾ വന്നിട്ടുണ്ട്. ഓ, അതിപ്പോ വലിയ കാര്യമാണോ? അവളുടെ തല സലോമി വിദേശത്തല്ലേ, അവിടെ അവധിയാവുമ്പോ ഇങ്ങോട്ട് വരും. പിള്ളേർ ഇവിടെ ഉള്ളത് അങ്ങോട്ട് പോകും. അതല്ല മെമ്പറെ, വേറെ കാര്യമുണ്ട്. എടാ കഴിവേർച്ചവനെ, നീ അത് തുറന്നു പറയടാ. എന്താണെന്ന്? ആ സലോമി കൊച്ചു അയച്ചു കൊടുത്ത പൈസ ആ മത്തായി പലിശക്ക് കൊടുത്തു. ആ പലിശക്കാരൻ അതുകൊണ്ട് മുങ്ങി. ഇവന്റെ കഥയും കേട്ടോണ്ടിരിക്കാൻ എനിക്ക് നേരമില്ല പ്രസിഡന്റെ. വാർഡ് നോക്കണം, എനിക്ക് മത്സരിക്കാനുള്ളതാ. അങ്ങനെ പോവാതെ ഈ കൊണവധികാരം മൊത്തം കേട്ടിട്ട് പോയാട്ടെ. കുട്ടപ്പ, എനിക്ക് സമയമില്ല, വാർഡിലൊരു മീറ്റിംഗ് ഉണ്ട്. നീ മുതലാളിയോട് പറയുന്ന കാര്യങ്ങൾ പിന്നെ എന്റെ സമയം പോലെ പറഞ്ഞു തന്നാ മതി. ഞാൻ പോയിട്ട് വരാം. ഓ ശരി. മൊലാളി, ഞാൻ ആരാ മോൻ? അതല്ല കാര്യം. എടാ കുട്ടപ്പായി, നീ കൃത്യമായിട്ടുള്ള കാര്യം പറടാ. കൊല്ലും ഞാനവനെ.